ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനിക്ക് പരോൾ അനുവദിച്ചിരിക്കുന്നു. 30 ദിവസത്തെ പരോളിൽ കൊടിസുനി പുറത്തിറങ്ങി. ശനിയാഴ്ച തവന്നൂർ ജയിലിൽ നിന്നാണ് സുനി പുറത്തിറങ്ങിയത്. റോഷിപാൽ നൽകൂ വിശദാംശങ്ങൾ. റോഷിപാൽ, ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളാണ് കൊടിസുനി. കൊടിസുനിക്ക് ഇപ്പോൾ പരോൾ അനുവദിച്ചിരിക്കുന്നു എന്നതാണ്. ഒപ്പം വിയൂർ സെൻട്രൽ ജയിൽ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ചെയ്തിരുന്നയാളാണ് കൊടിസുനി. വിനിത, നമുക്കറിയാം ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃത്യം നിർവഹിച്ച പ്രതികളുടെ ഒരാൾ കൊടിസുനിക്ക് പുറത്തിറങ്ങാൻ പറ്റാതിരുന്ന പ്രധാനപ്പെട്ട കാരണം നേരത്തെ ജാമ്യം ലഭിച്ചിട്ടും ഈ ജയിലിൽ ഏറ്റവും അതീവ സുരക്ഷയുള്ള വിയൂർ ജയിൽ ഉദ്യോഗസ്ഥരെ കൊടിസുനിയുടെ നേതൃത്വത്തിലുള്ള ക്രിമിനലുകൾ ആക്രമിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് തവന്നൂർ ജയിലിലേക്ക് കൊടിസുനിയെ മാറ്റിയത്. അങ്ങനെ ഈ നിരന്തരം ജയിലിനകത്ത് അക്രമം നടത്തുന്ന കൊടിസുനിക്ക് ഇപ്പോൾ പരോൾ 30 ദിവസത്തേക്കാണ്, 1 മാസത്തേക്കാണ് അനുവദിച്ചത്. നേരത്തെ തന്നെ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പല പ്രതികൾക്കും ചട്ടം ലംഘിച്ച് തുടർച്ചയായി പരോൾ അനുവദിക്കുന്നത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമാണ് തുടർച്ചയായി ഇങ്ങനെ അത് നിയമസഭയിലടക്കം പ്രതിപക്ഷം ആയുധമാക്കുകയും ചെയ്തിരുന്നു. ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് പല തരത്തിൽ ഇളവുകൾ അനുവദിക്കുമെന്ന ആക്ഷേപം അത് RMP നേതാവും MLA-യുമായ കെ രമ പലവട്ടം നിയമസഭയിൽ ഇത് ചോദ്യമായി തന്നെ ഉയർത്തുകയും വിഷയം ശക്തമായി നിയമസഭയിൽ ഉന്നയിക്കുകയും ചെയ്തതാണ്. എന്നിട്ടും ഇപ്പോൾ കൊടിസുനിക്ക് എല്ലാ ചട്ടങ്ങളും ലംഘിച്ച് പരോൾ 30 ദിവസം അനുവദിച്ചിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഈ തവന്നൂർ ജയിലിൽ നിന്നും ശനിയാഴ്ചയാണ് കൊടിസുനി ഈ പരോൾ അനുവദിച്ചതിന് തൊട്ടു പിന്നാലെ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഏതായാലും നേരത്തെ പോലീസ് റിപ്പോർട്ടടക്കം കൊടിസുനിക്ക് പരോൾ അനുവദിക്കുന്നതിന് എതിരായിരുന്നു. കാരണം പുറത്തെത്തി കഴിഞ്ഞാൽ ഈ സംഘർഷ സാധ്യത അടക്കം കണക്കിലെടുത്ത്, കാരണം ജയിലിനകത്തുൾപ്പെടെ നിന്നുകൊണ്ട് ചില ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് കൊടിസുനി നേതൃത്വം നൽകിയതായ അടക്കമുള്ള വിവരങ്ങളുണ്ടായിരുന്നു. തുടക്കം മുതൽ തന്നെ ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ജയിലിനകത്ത് നടത്തിയിരുന്നു. നേരത്തെ കോഴിക്കോട് ജില്ലാ ജയിലുള്ള സമയത്ത് മൊബൈൽ ഫോൺ നിരന്തരം ഉപയോഗിച്ചു. പിന്നീട് ഓരോ ജയിലിലെത്തുമ്പോഴും അവിടെയുള്ള ജീവനക്കാരെ ആക്രമിക്കുന്നത്, അവിടെ നിരന്തരം സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ പതിവായിരുന്നു. അങ്ങനെ നിരന്തരം ജയിലിനകത്ത് പോലും അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ ഏറ്റവും വലിയ കുറ്റവാളിയായ ടി.പി. ചന്ദ്രശേഖരൻ കേസിൽ കൃത്യം നിർവഹിക്കുന്നതിന് നേതൃത്വം നൽകിയ കൊടിസുനിയാണ് ഇപ്പോൾ പരോൾ ലഭിച്ച ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ പരോൾ അനുവദിക്കാൻ ഉത്തരവായിരിക്കുന്നത്? പ്രത്യേകിച്ച് പോലീസ് റിപ്പോർട്ട് പോലും എതിരായിട്ടും പരോൾ നൽകിയത് എങ്ങനെയാണ്? അതിൽ നമുക്ക് ഏറ്റവും ഒടുവിൽ ജയിൽ വിഭാഗത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം അടിസ്ഥാനമാക്കി നേരത്തെ ഈ ജയിലിനകത്ത് അക്രമം നടത്തിയ കേസിൽ കൊടിസുനിക്ക് ജാമ്യം ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് കൊടിസുനിക്ക് പരോൾ അനുവദിക്കുന്നതിൽ തെറ്റില്ല എന്ന ഒരു വാദമാണ് ജയിൽ അധികൃതർ ഉയർത്തുന്നത്. പക്ഷേ ഇത്രയും വലിയ കൊടും കുറ്റവാളി ഹൈക്കോടതി പോലും ജാമ്യം അനുവദിക്കുമ്പോൾ കൃത്യമായി ഇതിൽ നേരത്തെ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിലൊക്കെ ഈ പ്രതികൾക്ക് പരോൾ അനുവദിക്കുന്നതിന് പോലും തടസ്സമുയർത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉന്നയിച്ചിരുന്നു. അങ്ങനെ ഏതായാലും ചട്ടങ്ങൾ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ട്, കാരണം നമുക്ക് ഈ ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളുടെ പരോളും അവർക്ക് ലഭിച്ച ഇളവുകളും പരിശോധിക്കുമ്പോൾ അവർക്ക് ശിക്ഷ ലഭിച്ചതിനേക്കാൾ കൂടുതൽ അവർക്ക് പുറത്ത് ഇറങ്ങാൻ പറ്റി എന്നത് നേരത്തെ തന്നെ RMPയും UDF-ഉം ആരോപണമായി ഉയർത്തിയതാണ്. അത്രയും കാലം അവർ ഈ കുറ്റകൃത്യം നിർവഹിച്ചതിന് ശേഷം പുറത്തേക്ക് പല ഇളവുകൾ സർക്കാരിൽ നിന്ന് ലഭിച്ച് അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചികിത്സാർത്ഥം അടക്കം പ്രത്യേകിച്ച് വലിയ ആരോഗ്യ പ്രശ്നമില്ലാതിരുന്നിട്ടും ആയുർവേദ ചികിത്സയുടെ പേരിൽ അടക്കം ഇവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പല ഇളവുകൾ അവർക്ക് ലഭിച്ചതാണ്. അങ്ങനെ ഒരു ഇളവാണോ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് വ്യക്തമല്ല. ഇതുമായി